എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള 4th അലോട്ട്മെന്റ് പ്രകാരം ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെന്റ് ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എങ്കിൽ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടോക്കൺ ഫീ പേയ്മെന്റ് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ പ്രിന്റ് എടുത്ത ശേഷം ആ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഒരു ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെന്റ് എന്നുള്ളത് നിങ്ങൾ ഫീ പേയ്മെന്റിന്റെ ആ ഒരു ഫീ പേയ്മെന്റ് മെത്തേഡിൽ നിങ്ങൾക്ക് പ്രിന്റ് ചലാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചലാനിൽ നിങ്ങൾക്ക് എത്ര രൂപ ടോക്കൺ ഫീ പേയ്മെന്റ് ആയിട്ട് അടക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് UPI ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ആയിട്ട് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു ഡിസംബർ 26-നുള്ളിൽ, അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ, അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്യാത്തവരാണെങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ കിട്ടും. അപ്പോൾ ആ ഒരു അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾ ഇന്ന ദിവസത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. വിദ്യാർത്ഥികൾ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു 26-ാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുമെന്നുള്ളത് വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ 24-ാം തീയതി വരെയാണ് എന്നുള്ളതാണ് ഈ ഒരു അവരുടെ മെമ്മോയിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെമ്മോയിൽ ഏത് ഡേറ്റ് ആണോ അവസാന ഡേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയുള്ളത്, അതായത് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അവസാന ഡേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയുള്ളത്, ആ ഒരു ഡേറ്റിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് കോളേജിൽ ഒരു നിശ്ചിത ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫീസ് എത്ര പൈസ ഉണ്ടാകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. നിങ്ങൾക്ക് സാധാരണ ഈ ഒരു DPharm അല്ലാതെ മറ്റേതെങ്കിലും കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 32,500 രൂപയാണ് കോളേജിൽ അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ അടക്കേണ്ടി വരിക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ PTA ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വേറെ ഫീസ് ചില കോളേജുകളിൽ PTA ഫണ്ടൊന്നും ഉണ്ടാവാറില്ല. ചില കോളേജിൽ ലാബിൻ്റെയും മറ്റും ഫീസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. അതുപോലെ തന്നെ DPharm ഒക്കെ കിട്ടിയവർ ആണെങ്കിൽ ഏകദേശം 50,000-ഓളം രൂപ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് എത്ര രൂപ ഫീസ് ഇനത്തിൽ കോളേജിൽ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിനേഷൻ എല്ലായിടത്തും ലഭ്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ സമയത്ത് ആ ഒരു വാക്സിനേഷൻ എടുക്കേണ്ടതില്ല. നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പിന്നീട് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇനി സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണോ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇനി ഉള്ളത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തന്നെയാണ്. ഈ ഒരു വാക്കൻസി ഫില്ല് ചെയ്യപ്പെടുന്നത് വരെ ഏകദേശം, അതായത് വാക്കൻസിയുടെ എണ്ണം വളരെയധികം കുറയുന്നത് വരെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുക. അതിനുശേഷം വാക്കൻസി വളരെ കുറയുന്ന സാഹചര്യത്തിലാണ് പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളുമായി ആ ഒരു സീറ്റുകൾ നികത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഓപ്ഷനുകൾ നൽകുകയും ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയൊക്കെയാണ്. അതുപോലെ ആദ്യമായിട്ട് കിട്ടുന്നവർ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുകയൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് DPharm കോഴ്സ്. എന്താണ് DPharm കോഴ്സ്? DPharm പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജോലി കിട്ടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് DPharm കോഴ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ DPharm എന്ന് പറഞ്ഞാൽ അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സാണ്. അതായത് ഫാർമസിയിലെ ഡിപ്ലോമയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കെമിസ്ട്രി വിഭാഗത്തിലുള്ള ആ ഒരു പാഠഭാഗങ്ങളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരിക. അതായത് ഫോർമുലാസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരിക. കാരണം ഈ ഒരു ഫാർമസി എന്ന് പറയുന്നത് തന്നെ മരുന്ന് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു DPharm കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത് ഈ ഒരു മെഡിക്കൽ, അതായത് ഈ ഒരു ഫാർമസി മേഖലയിലാണ്. അപ്പോൾ ഫാർമസി മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലുകളിലെ ഫാർമസിയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു DPharm കോഴ്സ് നിങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്. ആ ഒരു എക്സാമിൻ്റെ പേര് ഏത് എക്സാമാണ്, അതിൻ്റെ പേര് നെക്സ്റ്റ് എന്നാണോ അല്ലെങ്കിൽ എക്സിറ്റ് എന്നാണോ എന്നറിയില്ല, ഏതൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാം എഴുതിയ ശേഷം നിങ്ങൾ ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ്, അതായത് അതിൽ പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക. അതായത് DPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ ഒരു എക്സാം നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് അതിൽ പാസ്സാവണം. അതായത് നിങ്ങളുടെ അതായത് വാർഷിക പരീക്ഷയല്ല, ഈ ഒരു DPharm കോഴ്സ് വിജയകരമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് ഒരു ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾ എഴുതിയിട്ട് പാസ്സാവണം. അപ്പോൾ അത് പാസ്സായ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു DPharm പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾ 50% കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BPharm കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാൻ സാധിക്കും. അതായത് 50% കൂടുതൽ മാർക്ക് വാങ്ങിക്കണം. അതിനുശേഷമാണ് ഈ ഒരു DPharmലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാൻ സാധിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിലും 50% കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ചെറിയൊരു
മാർക്ക് കുറവിലായിരിക്കും, ഏകദേശം 49% ഒക്കെ ആയിട്ട് മാർക്ക് കുറവുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ലാറ്ററൽ എൻട്രി വഴിയൊക്കെ പ്രവേശനം നേടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ഡിഫാം കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അത് നന്നായിട്ട് പഠിച്ച് അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം അധിക കോഴ്സുകൾക്കും 50% കൂടുതൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എക്സാമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതായത് ഒരു ഡിഫാമിൻ്റെ ലാറ്ററൽ എൻട്രിക്ക് ഉള്ള പ്രവേശനത്തിനായിട്ടുള്ള എലിജിബിലിറ്റിയിൽ പറയുന്നത് 50%-ത്തിൽ അധികം മാർക്ക് വായിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി, അതായത് CE, അതായത് കേരള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന ഒരു എക്സാം ഉണ്ട് ബിഫാം ലാറ്ററൽ എൻട്രിയിലേക്കുള്ളത്. അപ്പോൾ ആ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് പിന്നീട് നേരെ ഈ ഒരു ബിഫാമിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക്, അതായത് ഈ ഒരു 3ാമത്തെ സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ MFAM, അതുപോലെ തന്നെ ഈ ഒരു FAM D ഈ ഒരു രീതിയിലൊക്കെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഡിഫാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത് ഫാർമസിയിലാണ്. ഫാർമസിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാം, അതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾ എഴുതിയിട്ട് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ ഇത്രയുമാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡിഫാം കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഡിഫാം തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുത്തിരുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കതിൽ ഏകദേശം ഒരു 50%-ത്തിൽ കൂടുതൽ മാർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് ഏതൊരു കോഴ്സ്, അതായത് ഏതൊരു ഹയർ സ്റ്റഡീസിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റിയിലും പറയുന്നത് ഒരു 50%-ത്തിൽ കൂടുതൽ മാർക്കാണ്. ചില കോഴ്സുകൾക്ക് 60%-ത്തിൽ അധികം മാർക്ക് ഈ ഒരു ഡിഫാമിന് നേടിയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് നല്ല സ്കോർ വാങ്ങിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ചെറിയൊരു മാർക്ക് വ്യത്യാസത്തിനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 50% ആകുന്നതിന് പകരം ചിലപ്പോൾ 49% ഒക്കെ ആയിട്ട് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഡിഫാം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും, അതായത് മെഡിക്കൽ ഷോപ്പുകളിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഹോസ്പിറ്റലുകളിലെ ഫാർമസികളിലും ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡിഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിലവിൽ പുതുതായിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ഡിഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് എഴുതിയിട്ട് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.